കൊച്ചിയിൽ നടക്കുന്ന ഗ്രാൻഡ് കൊച്ചിൻ കാർണിവലിനെ കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. ചിലരെങ്കിലും പങ്കെടുത്തിട്ടുമുണ്ടാകും. എന്താണ് കൊച്ചിൻ കാർണിവൽ? എങ്ങനെയാണ് ഈ ഒരു ആഘോഷത്തിന് തുടക്കമായത്? ചിലർക്കെങ്കിലും അറിയാമായിരിക്കുന്ന പലർക്കും അറിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫോർട്ട് കൊച്ചിയുടെ ഹൈബ്രിഡ് ഭൂതകാലത്തിന്റെ സാംസ്കാരിക പ്രതിഫലനമാണ് കൊച്ചിൻ കാർണിവൽ. പാപ്പാഞ്ചി എന്ന വൃദ്ധന്റെ കൂറ്റൻ പ്രതിമ കത്തിച്ച് പുതുവർഷത്തെ വരവേൽക്കാൻ തലേ ദിവസം തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് വളരെ ആവേശത്തോടെയാണ്. ആകാശം തൊടുന്ന ഉയരത്തിൽ വലിയൊരു കെട്ടിടം പോലെ ആൾക്കൂട്ടത്തിനിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ 35 അടി നീളമുള്ള പാപ്പാഞ്ചിയെ കത്തിക്കുന്നത് പ്രതീക്ഷയുടെയും ഐക്യത്തിന്റെയും സ്വാഗതമായാണ് പറയപ്പെടുന്നത്. 1503 മുതൽ 1663 വരെ പോർച്ചുഗീസുകാർ ഈ പ്രദേശം ഭരിച്ചിരുന്ന കാലത്താണ് കൊച്ചി കാർണിവലിന്റെ ഉദ്ഭവം. ഫോർട്ട് കൊച്ചി അക്കാലത്ത് പോർച്ചുഗീസ് കോളനിക്കാരുടെ തലസ്ഥാന നഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളുടെ പ്രധാന സ്ഥലമായിരുന്നു. കൊളോണിയൽ ഭരണം അവസാനിപ്പിച്ചതിനു ശേഷം ഈ പാരമ്പര്യം യഥാർത്ഥത്തിൽ ഇല്ലാതായി. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ വീണ്ടും ആരംഭിച്ചു. അന്താരാഷ്ട്ര യുവജന വർഷം എന്ന UN പ്രഖ്യാപനത്തെ മാനിക്കുന്നതിനായി 1984-ൽ 3 യുവാക്കൾ ഈ ആഘോഷം വീണ്ടും തുടങ്ങി. 150-ലധികം യുവജന ഗ്രൂപ്പുകളും സംഘടനകളും ഈ തീരുമാനത്തെ പിന്തുണച്ചു. കാർണിവലിന്റെ സത്തയായ പങ്കാളിത്തം, സമാധാനം, പുരോഗതി, സാഹസികത, പരിസ്ഥിതി എന്നിങ്ങനെ ചില പ്രധാനപ്പെട്ട പ്രിൻസിപ്പലുകൾ കൊച്ചിൻ കാർണിവലിനുണ്ട്. ഈ ദിവസങ്ങളിൽ അലങ്കാരങ്ങളെല്ലാം വെളുത്ത നിറത്തിലായിരിക്കും. വെളുത്ത നിറം കാർണിവലിന്റെ ഔദ്യോഗിക നിറമാണ്. കാരണം വെള്ള നിറം സമാധാനത്തെ സൂചിപ്പിക്കുന്നു. അർദ്ധരാത്രിയിൽ പാപ്പാഞ്ചിയുടെ ഭീമാകാരമായ കാർണിവൽ കോലം കത്തിക്കും. സാന്താക്ലോസിനോട് സാമ്യമുള്ള വൃദ്ധന്റെ ഒരു ഭീമാകാരമായ പ്രതിമയാണ് പാപ്പാഞ്ചി. ഇത് പറയുന്നത് തിന്മയെ അകറ്റുകയും മുൻ വർഷത്തോട് വിട പറയുകയും പുതിയ വർഷത്തെ ആരംഭിക്കുകയും ചെയ്യുന്നതു വേണ്ടിയാണെന്നാണ്. എറണാകുളത്തെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും വലിയ ആഘോഷമായ കൊച്ചിൻ കാർണിവൽ എല്ലാ വർഷവും ഡിസംബർ അവസാന 2 ആഴ്ചകളിലാണ് ആഘോഷിക്കാറുള്ളത്. യുദ്ധസ്മാരകത്തിലെ സമാധാന ചടങ്ങും വാസ്കോഡ ഗാമ സ്ക്വയറിൽ കാർണിവൽ പതാക ഉയർത്തലും ഈ ഗംഭീരമായ ഫിയസ്റ്റയുടെ തുടക്കം കുറിക്കുന്നു. ഇതോടെ ഈ തുറമുഖ നഗരം പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നു. മേളകൾ, സാംസ്കാരിക പ്രദർശനങ്ങൾ, ഭക്ഷ്യമേളകൾ, ബൈക്ക്, സൈക്കിൾ റേസ്, റാലികൾ, ബീച്ച് ഫുട്ബോൾ, കലകളും കളികളും തുടങ്ങി ആകർഷകമായ ഇവന്റുകൾ ആഘോഷത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കാറുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന ഈ പരിപാടികളെല്ലാം കൂടാതെ പാപ്പാഞ്ചി പരിപാടിയെ കൂടുതൽ ഗംഭീരവും ആകർഷകവുമാക്കുന്നു. ഡിസംബർ 31-ന് 0 മണിക്കൂറിൽ വൃദ്ധന്റെ ഈ പ്രതിമ കത്തിക്കുന്നു. സംഗീതവും നൃത്തവുമുള്ള മഹത്തായ പാർട്ടി പിന്നീട് പിന്തുടരുകയും പുലർച്ചെ വരെ തുടരുകയും ചെയ്യുന്നു. ആനകൾ, നാടൻ പ്രകടനങ്ങൾ, ചടുലമായ വേഷവിധാനങ്ങൾ, സംഗീതം, താളവാദ്യങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു ഘോഷയാത്ര പുതുവത്സര ദിനത്തിൽ പുറത്തെടുക്കുന്നു. പുതുവർഷത്തിലേക്കുള്ള ഒരു ഗംഭീര കിക്ക് ഓഫ് തന്നെയാണിത്. കേരളത്തെ ലോകത്തിനു മുൻപിൽ അടയാളപ്പെടുത്തുന്ന മറ്റൊരു ഇവന്റ്, അതാണ് വിനോദസഞ്ചാരികളും നാട്ടുകാരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു ദൃശ്യവിസ്മയം, കേരളത്തിന്റെ കൊച്ചിൻ കാർണിവൽ. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്ന ഫോർട്ട് കൊച്ചിയുടെ താളത്തോടെ ജീവിതത്തിലെ പുതുവർഷം ആരംഭിക്കൂ, ആഘോഷിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.